എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള അഗ്രികൾച്ചർ അതുപോലെ ഫിഷറീസ് ഇതുപോലുള്ള വിവിധ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്കുള്ള ഒന്നാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള ആ ഒരു സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ച കേരള സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിനായിട്ട് ഈ ഒരു നവംബർ 21 തീയതി നാളെ രാത്രി 11:59 വരെ, അതായത് നാളെ എന്ന് പറഞ്ഞാൽ നവംബർ 21 തീയതി രാത്രി 11:59 വരെ ഓൺലൈനായിട്ട് നിങ്ങൾ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 15/11/2024 വിജ്ഞാപന പ്രകാരം മുൻ വിജ്ഞാപനങ്ങൾ പ്രകാരം ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്കും ആയുഷ് കോഴ്സിലേക്കുള്ള ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാം. എന്നിരുന്നാലും പുതുക്കിയ കേരള സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളെ മാത്രമേ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുള്ളൂ. ഓൺലൈൻ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റായിട്ടുള്ള www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ നിങ്ങളുടെ ഹോം പേജിൽ ലോഗിൻ ചെയ്ത് പ്രവേശിച്ച ശേഷം സ്റ്റേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ ഉണ്ടാകാനിടയുള്ള ഒഴിവുകൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ നികത്തപ്പെടും എന്നതിനാൽ താല്പര്യമുള്ള എല്ലാ കോളേജുകളിലേക്കും കോഴ്സിലേക്കും വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടും എന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ മാത്രമേ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ പാടുള്ളൂ. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ്. മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒന്നാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിനെ തുടർന്ന് കോളേജുകളിൽ പ്രവേശനം നേടിയവർക്ക് രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. അതുപോലെ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് അതുപോലെ ഒന്നാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും ജോയിൻ ചെയ്യാത്തവർക്കും ഈ ഒരു രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് അർഹതയുണ്ടായിരിക്കില്ല. ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഒന്നാം ഘട്ട സ്റ്റേ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലും അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ഇപ്പോഴും പ്രവേശനത്തിൽ തുടരുന്നവരുമായവർക്ക് രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ 12/11/2024 AACCC നൽകിയ ഇൻഎലിജിബിൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ ലഭിക്കുന്ന സീറ്റുകളിൽ പിന്നീട് യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കില്ല. അതുപോലെ രജിസ്ട്രേഷൻ ഫീസ് രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ താഴെ പറയും പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഫീസ് ബാധകമായിരിക്കും. രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായിട്ടോ പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ടതാണ്. രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്ക് ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ഫീസായിട്ട് 10,000 രൂപ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കണം. SC/ST OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ OECക്ക് ആനുകൂല്യമായിട്ടുള്ള ഫീസ് ആനുകൂല്യം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ജുവൈനൽ ഹോം, ശ്രീചിത്ര ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ടത്. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി ലോഗിൻ ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന സ്റ്റേ വേക്കൻസി രജിസ്ട്രേഷൻ പേജിൽ വിദ്യാർത്ഥികൾ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് അവരവർക്ക് ബാധകമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് നിശ്ചയിക്കപ്പെടുന്നതാണ്. സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ ബാധകമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരിക്കൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് രജിസ്ട്രേഷൻ ഫീസിൽ ഒരു തരത്തിലുള്ള മാറ്റം അനുവദിക്കുന്നതല്ല. ആയതിനാൽ രജിസ്ട്രേഷൻ ഫീസ് നിശ്ചയിക്കുന്നതിനായി വിവരങ്ങൾ നൽകുമ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ തുക അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സുകളുടെ ഫീസ് ഇനത്തിൽ വകയിരുത്തും. സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ കോഴ്സ് ഫീസ് ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ അവസാനിച്ച ശേഷം തിരികെ നൽകുന്നതാണ്. സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം നിശ്ചിത തീയതിക്കുള്ളിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെയും സ്റ്റേ ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെയോ മുൻ അലോട്ട്മെൻറ്റുകളിലൂടെയോ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങുന്ന വിദ്യാർത്ഥികളുടെയും അവരവർക്ക് ബാധകമായ രജിസ്ട്രേഷൻ ഫീസ് പെനാൽറ്റിയായി കണക്കാക്കുന്നതും തിരികെ നൽകുന്നതും അല്ല. ഇത്തരം വിദ്യാർത്ഥികളിൽ നിന്നും പ്രോസ്പെക്ടസ് ക്ലോസ് 12.2.4 പ്രകാരം പിഴ ഈടാക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടും, പഠനം തുടരുകയും ചെയ്യുമെന്ന് ഉറപ്പുള്ള കോളേജിലേക്കും കോഴ്സിലേക്കും മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ്
നൽകാവൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഫീസ് ഇത്തവണ നിശ്ചയിക്കാത്തത് കൊണ്ട് തന്നെ 2023-24 വർഷത്തെ ഫീസാണ് അടക്കേണ്ടത്. 2024-25 വർഷത്തെ ഫീസ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ വല്ല തുകയും വരികയാണെങ്കിൽ അത് വിദ്യാർത്ഥികൾ പിന്നീട് അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ശാസ്ത്രീയ കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റ് ലഭിക്കുന്ന പക്ഷം ഫീസ് ഇളവിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ 21-ാം തീയതി രാത്രി 11:59 വരെയാണ്. അതായത് നാളെ രാത്രി 11:59 വരെയാണ് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുക. 22-ാം തീയതിയാണ് താൽക്കാലിക അലോട്ട്മെൻറ്റ്, 23-ാം തീയതി മെയിൻ അലോട്ട്മെൻറ്റും, 24 മുതൽ 27-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിന് ശേഷം ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ ഒഴിവ് നിലനിൽക്കുന്ന പക്ഷം അവ 3-ാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ നികത്തുന്നതായിരിക്കും. സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം പ്രവേശനം നേടാതിരിക്കുകയോ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികളെ 3-ാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലേക്ക് ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ CE ഓഫീസിൽ വിളിക്കാനായിട്ട് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.